മരണഭയം ജയിക്കാൻ മരണത്തെ സംബന്ധിച്ച് മനനം ചെയ്യുക എന്ന ഒരു വഴി നമുക്ക് അവലംബിക്കാൻ കഴിയട്ടെ. ഇതിൻ്റെ ഒരു പ്രായോഗിക പദ്ധതി അവതരിപ്പിക്കുമ്പോൾ മരണത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളുടെ ഒരു പട്ടിക തയ്യാറാക്കാം. അങ്ങനെ എഴുതാനൊക്കെ ഉദ്യമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒരു ഫയലിൽ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം. അന്യരുടെ മരണമായാലും ശരി, അതുപോലെ അപ്രതീക്ഷിതമായി സംഭവിച്ച പലരുടെയും ദേഹവിയോഗ വിഷയങ്ങളായാലും ശരി, അതൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഷോക്കുകൾ, ഇതുപോലെ സ്വന്തം മരണത്തെ സംബന്ധിക്കുന്ന ആശങ്കകൾ, ഇതെല്ലാം ഒരു ഫോൾഡറിലേക്ക്, ഒരു ചിന്താ ഫയലിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു അഭ്യാസമാവട്ടെ. ഏറെ ദുഃഖം തോന്നിയ മരണം, അതുപോലെ ഞാൻ എന്തുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്നു, എല്ലാവരെയും വിട്ടുപോകണ്ടേ എന്നുള്ളതുകൊണ്ട്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവും. അവനവൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തും. ഇതൊക്കെയാണ് ആലോചനാ വിഷയമാവേണ്ടത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള മരണം, ഇതുപോലെ വ്യാപകമായി നടക്കുന്ന മരണങ്ങളിൽ നാം ഉദാസീനരാണ്. അതുകൊണ്ട് തന്നെ മരണസംബന്ധിയായിട്ടുള്ള വ്യാകുലതകൾ വാസ്തവത്തിൽ യുക്തിഭദ്രമല്ല എന്ന് കാണാൻ കഴിയും. മരണമായിരുന്നു ഇഷ്യൂ എങ്കിൽ എല്ലാ മരണങ്ങളും നമ്മളെ ഒരേപോലെ വ്യാകുലപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ പല മരണങ്ങളിലും നമ്മൾ ഉദാസീനരാണ്. തൊട്ട അയൽപക്കത്ത് ഒരാൾ മരിച്ച വിഷയത്തിലും അത് നമുക്കൊരു വ്യാകുലതയില്ല. പക്ഷേ വളരെ അകലെയുള്ള ഒരു ബന്ധുവിൻ്റെ മരണം നമ്മളെ വേട്ടയാടും. ഇതൊക്കെ ഒന്ന് വിചാരം ചെയ്യേണ്ടതുണ്ട്. അയൽക്കാരൻ്റെ മരണത്തെ അഥവാ നാം ഉദാസീനത പാലിച്ച ഒരു മരണത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് എങ്ങനെയാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച മരണം വ്യത്യസ്തമായിരിക്കുന്നത്, അതൊക്കെ ഒന്ന് ആലോചിക്കണം. അവിടുത്തെ താദാത്മ്യ കാര്യങ്ങൾ അതൊക്കെ തന്നെ സംവേ ഇറ്റ് ഈസ് റിലേറ്റഡ്. കേട്ടില്ലേ? എങ്ങനെയൊക്കെയാണ് അത് റിലേറ്റഡ് ആയിരിക്കുന്നത്, അതൊക്കെ വിചാരവിധേയമാക്കണമെന്ന് കഴിയും. ഇങ്ങനെയൊക്കെ മരണസംബന്ധിയായി സ്വാമി ചൂണ്ടിക്കാണിക്കാറുള്ള ഒരു ദൃഷ്ടാന്തമാണ് ധർമ്മപുത്രാദികൾ ഏറ്റവും കൊതിച്ച മരണം. പക്ഷെ സംഭവിച്ചപ്പോൾ വലിയ പ്രശ്നമായി. അത് കർണൻ്റെ മരണമായിരുന്നു. പിന്നീട് ആ കർണൻ സ്വന്തം ജ്യേഷ്ഠ സഹോദരനാണെന്ന് അറിയുന്നതോടെയാണ് ആഹ്ലാദം ഏറ്റവും വലിയ സങ്കടത്തിലേക്കും നിരാശയിലേക്കും വഴിമാറിയത്. അപ്പം നമ്മുടെ മരണസംബന്ധിയായ വ്യാകുലതകളെ പുനഃപരിശോധിക്കണം എന്നുള്ള വസ്തുതയാണ് സ്വാമി പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ പ്രസക്തമാകുന്ന താദാത്മ്യങ്ങളെയും സങ്കടം നൽകുന്ന വസ്തുതകളെയും ഒക്കെ വകതിരിച്ചറിയണം. വളരെ നേരത്തെ തന്നെ 32ാമത്തെ വയസ്സിൽ കേരളവും അതുപോലെ താഴ്വാരങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് അക്ഷരാർത്ഥത്തിൽ സന്യസിച്ച് ഹിമവത് ശൃംഗങ്ങളെ ആശ്രയിച്ച് തപോവൻ മഹാരാജ് പിന്നീട് ഒരിക്കലും ഹരിദ്വാരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ്. 32ാമത്തെ വയസ്സിൽ
ഹിമാലയത്തെ പ്രാപിച്ച ശേഷം പിന്നീട് തിരിച്ചൊരിക്കലും വന്നിട്ടില്ല. അങ്ങനെയുള്ള തപോവൻ മഹാരാജ് ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നു എന്ന് പ്രധാന ശിഷ്യൻ ശ്രീമദ് ചിന്മയാനന്ദ സ്വാമിജി പൂജ്യ ഗുരുദേവ് റിയലൈസ് ചെയ്ത സമയത്ത് തപോവൻ മഹാരാജിനെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ഷണിച്ച സമയത്ത് തപോവൻ മഹാരാജ് ഗുരുദേവനോട് ചോദിച്ച ചോദ്യം ഗംഭീരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ചിന്മയ, അവിടെ ആരും മരിക്കാറില്ലേ? ഇവിടെ ഈ ഗംഗാപ്രവാഹത്തിൻ്റെ ശബ്ദം ശ്രവിച്ച് ഞാൻ ദേഹം ഉപേക്ഷിച്ചോട്ടെ? റെഡി ടു ഡൈ. എന്നിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു എന്നാണ്. കഥയല്ല, ഒരു എന്താ പറയുക, തപോവൻ മഹാരാജ് പറഞ്ഞു എന്ന് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞത് കേട്ടത് ആവർത്തിക്കട്ടെ. നിനക്ക് വളരെ തിരക്കുള്ള ഒരു ദിവസം. ശിഷ്യനോട് പറയാണ്, ചിന്മയ, വളരെ തിരക്കുള്ള ഒരു ദിവസം. കാലത്ത് നിന്നെ ഒരാൾ കാണാൻ വന്നു. അപ്പോഴേക്കും വേറെ പലരും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, തിരക്കൊഴിഞ്ഞിട്ട് മതി എന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ കാലത്ത് കാണാൻ വന്ന ആൾ ഒരു വശത്തേക്ക് മാറി നിന്ന് മറ്റുള്ളവരെ അനുവദിച്ചു. രാത്രി വളരെയേറെ വൈകി. അതുവരെ സന്ദർശകരുണ്ടായിരുന്നു. അവരെയൊക്കെ മടക്കി അയച്ചു. വാതിലടയ്ക്കാൻ നോക്കുമ്പോൾ ആദ്യം വന്ന ആൾ അവിടെ നിൽക്കുക. അയാൾക്ക് അപ്പോയിൻമെൻ്റ് കൊടുക്കണ്ടേ? ഇതുപോലെ തുടക്കത്തിലെ കൂടെ ചേർന്ന ഒരു സുഹൃത്താണ് മരണം. ആ ഒരു മീറ്റിംഗ് യു കനോട്ട് അവോയ്ഡ് ഇറ്റ്. ഒരിക്കലും ആ ഒരു മീറ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? തുടക്കത്തിലേ ഉണ്ട്. ഇപ്പം ജനനത്തോടൊപ്പം കൂടെ കൂടിയ സുഹൃത്താണ് മരണം. ശങ്കരാചാര്യരെ സംബന്ധിച്ച് സംസ്കൃതത്തിൽ ഒരു സിനിമ അവരെടുത്തിട്ടുള്ളത് വളരെ പ്രസിദ്ധമാണല്ലോ. അവിടെ ആചാര്യസ്വാമികളുടെ കൂട്ടത്തിൽ മൃത്യുദേവനെയും ഒരു കുമാരനായിട്ട് ആചാര്യസ്വാമികളുടെ കുട്ടിക്കാലം അവതരിപ്പിക്കുമ്പോൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യയും രണ്ടുപേരും എപ്പോഴും കൂടെ. പ്രതീകാത്മകമായിട്ട് സിംബോളിക്കായിട്ട് പിക്ചറൈസ് ചെയ്തതാണ്. ഇതുപോലെ നമ്മുടെ ഒപ്പം നിഴലായി മരണമുണ്ട്. അത് ഒരു തരത്തിൽ ഭയകാരണമാണ്, മറ്റൊരു തരത്തിൽ തത്വചിന്തയ്ക്ക് ഏറ്റവും സഹായകമാണ്. എഷ്വേർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കങ്ങോട്ട് ധൈര്യമായിട്ട് ആലോചിക്കാമെന്ന് പറയുക. ഭഗവാൻ രമണ മഹർഷിയുടെ അനുഭവം പ്രസിദ്ധമാണല്ലോ. പെട്ടെന്ന് മരണം വരുന്നു എന്ന ഒരു പ്രതീതി വന്നപ്പോൾ ഇപ്പം ഭഗവാൻ രമണ മഹർഷി ഡീസൻ്റായിട്ട് തന്നെ സ്വീകരിക്കാൻ തയ്യാറായി സുഹൃത്തിനെ. മരിച്ചാൽ എന്ത് വേണം? കിടക്കണം, എന്നാ കിടന്നളയാം. അങ്ങനെ ആ മരണ അനുഭവത്തിലൂടെ ബോധപൂർവം കടന്നുപോയി എന്നതാണ് രമണ മഹർഷിയുടെ ജീവചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് ചിത്രീകരിച്ചത്. ഇത് നമുക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ. വെൻ വി ആർ എലൈവ്, ജീവനോടെ ഇരിക്കുമ്പോൾ മരണാനുഭവം എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുക. ഭഗവാൻ രമണ മഹർഷി പറയണു, ശരീരമൊക്കെ മരവിക്കും. ഞാനതിങ്ങനെ ഫീൽ ചെയ്തു, എനിക്കതിങ്ങനെ ഫീൽ ചെയ്തു. കാല് തൊട്ട് തണുത്ത് മരവിപ്പിങ്ങനെ കയറി കയറി വരുന്നു. അതുപോലെയൊക്കെ ഭാവന ചെയ്യൂ. ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് വ്യാകുലപ്പെടുന്നതിന് പകരം
ഇങ്ങനെ ചിന്തിക്കാനുള്ള സൗകര്യത്തെ ഉപയോഗിക്കൂ. വിവേകാനന്ദ സ്വാമികളുടെ ശ്രദ്ധേയമായൊരു പ്രയോഗമുണ്ട്. തിങ്ക് അബൌട്ട് യുവർ ഡെത്ത്, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ ഐ സേ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ. ഇപ്പം മരണം വലിയൊരു അധ്യാപകനായിട്ട് നമ്മളെ അധ്യാത്മ, അധിയജ്ഞ, അധിദൈവ കർമ്മ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് നിരതിശയ നിരുപമ ബ്രഹ്മത്തിലേക്ക് നമ്മളെ നയിക്കും എന്ന് പറയും. അതുകൊണ്ടാണ് ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ എന്ന് ശ്മശാന ഭൂമികയെക്കുറിച്ച് പാടിയത്. വിദ്യാലയമാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന പാഠങ്ങൾ പറഞ്ഞു തരുന്ന വിദ്യാലയം. ഇപ്പം മരണവുമായിട്ടുള്ള ഒരു സൗഹൃദത്തെ സംബന്ധിച്ച് തപോവൻ മഹാരാജ് പറഞ്ഞു തന്നത്, ചിന്മയാനന്ദ സ്വാമിജിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ചിന്തിക്കാം. മരണ സൗഹൃദത്തെക്കുറിച്ച് രമണ മഹർഷിയുടെ അനുഭവം പങ്കുവെച്ചത് നമുക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ മരണ ചിന്താ മനനം കൊണ്ട് ആത്മരമണാവസ്ഥ, അങ്ങനെ ഒരു വാക്യം കോയിൻ ചെയ്ത് വയ്ക്കാൻ നമുക്ക്. മരണ ചിന്താ മനനം കൊണ്ട് ആത്മരമണാവസ്ഥ. മരണം രമണമാവുന്നു. മരണം ഭയകാരണമാണ്. ആത്മരമണം അത് നിത്യജീവൻ്റെ സാക്ഷാത്കാരമാണ്. മനസ്സിലാവുന്നില്ലേ? കാരണം അനശ്വരമായ അക്ഷരബ്രഹ്മ തത്വത്തിലാണ് രമിക്കുക. ആ രമണമാകട്ടെ അനന്യം എന്ന ധ്യാന രമണമാണ്. അനന്യം, എന്നിൽ നിന്ന് അന്യമല്ല അക്ഷരപുരുഷൻ, ആ ധ്യാനം. അങ്ങനെയുള്ള ആത്മരമണാവസ്ഥ. മരണം അനിവാര്യമാണ് എന്ന് വിചാരിച്ച് അതിനെ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമില്ല. അത് വലിയ വിഡ്ഢിത്തമാണ്. അപ്രതീക്ഷിതമായി വന്നു ചേർന്നേക്കാം. അത് വലിയൊരു സത്യസാക്ഷാത്കാരത്തിലേക്കുള്ള കവാടം തുറക്കുകയാണ് എന്ന് ഓർമ്മയിൽ വയ്ക്കാം. വിയോഗ ദുഃഖത്തിൽ വിലപിക്കാം. അങ്ങനെ ഒരു സമ്മതം വലിയ ഉപകാരം ചെയ്യും. വലിയ വിഡ്ഢിത്തം ആളുകൾ ചിലപ്പോൾ കാണിക്കാറുണ്ട്. കരയരുത്, എല്ലാം മറക്കാം എന്നിങ്ങനെയൊക്കെ ആവർത്തിക്കും. അത് ശരിയല്ല. കരയൂ, ദുഃഖ തീവ്രതയിൽ നിന്ന് പുറത്ത് കടക്കൂ എന്നതാവട്ടെ നമ്മുടെ കാരുണ്യപൂർവകമായ ആഹ്വാനം. കേട്ടില്ലേ? കരയരുത് എന്നല്ല, കരഞ്ഞോളൂ. വിയോഗ ദുഃഖത്തിൽ വിലപിക്കാൻ അനുവാദം. പക്ഷേ ഒരു ഘട്ടത്തിൽ ദുഃഖ തീവ്രത വിലാപം കൊണ്ട് കുറച്ചെടുത്ത ശേഷം തത്വചിന്തയിൽ അഭിരമിക്കണം. ദുഃഖ തീവ്രതയെ വിലാപം കൊണ്ട് അതിക്രമിക്കുക, എന്നിട്ട് തത്വചിന്തയിൽ രമിക്കുക. കാരണം ഒരാളുടെ ദേഹവിയോഗം സമ്മാനിക്കുന്ന വേദനകൾ പോലെ തന്നെ അപ്രസക്തമാണ് ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള സംയോഗത്തിൻ്റെ സന്തോഷങ്ങളും ലോകഗതിയെ സംബന്ധിച്ചുള്ള പലതിനെയും ചേർത്ത് വെച്ച് നമ്മൾ ആനന്ദിക്കുന്നതൊക്കെ. എല്ലാം ഇപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, മറ്റൊരു സ്വപ്നത്തിൽ നിങ്ങൾക്കൊരാൾ 1,30,00,000 രൂപയുടെ ചെക്ക് തന്നു. ഇങ്ങനെ 2 സ്വപ്നങ്ങൾ കണ്ടു. പക്ഷെ ഉണരുമ്പോൾ രണ്ടും ഒരുപോലെ അപ്രസക്തമാണ്. ഇപ്പം വിയോഗ ദുഃഖം പോലെ തന്നെ സംയോഗ സന്തോഷങ്ങളും
അപ്രസക്തമാവുന്നു എന്ന് വിചാരിക്കാനുള്ള ധൈര്യം, അതാണ് തത്വചിന്ത സ്ഥൈര്യം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കണം. അങ്ങനെ ഭൂതഭൗതികം പ്ലസ് ചേതന, ഈ രണ്ട് ഘടകങ്ങളിലേക്ക് നമ്മുടെ തത്വചിന്ത പുരോഗമിക്കട്ടെ. ഭൂതഭൗതികം എന്നത് കർമ്മസംബന്ധിയാണ്. കർമ്മം എന്ന് പറയുന്നത് പരബ്രഹ്മ തത്വത്തിലെ ഒരു ലീലയാണ്. തത്ഫലമായി അധിദൈവവും അധിയജ്ഞവും അധ്യാത്മവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ താത്വികമായി ഇവിടെ ഒരു സംയോഗ വിയോഗങ്ങളും ഉണ്ടാവുന്നില്ല. എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ? സ്വപ്നവും കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുമ്പോഴേക്ക്. അപ്പോൾ ഉറക്കത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത സങ്കടങ്ങളും സന്തോഷങ്ങളുമാണ് നാം കെട്ടിപ്പിടിച്ച് നമ്മെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രകാരം വിചാരം ചെയ്യാൻ ഉദ്യമിക്കൂ. ഇപ്പം ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ള വാഗർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എത്രയെത്ര മനോയാതി തത്ര തത്ര സർവേശ്വര ദർശനം, ഇത് സാധിക്കണം. ഇതാണ് മരണഭയ മോചനത്തിനുള്ള ഉപായം.